ഹരി ഓം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിയല്ല, ഒരു കൗമാരപ്രായക്കാരൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് കൂടി പറ്റുന്ന രീതിയിലുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യണം, അങ്ങനെയെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് മറ്റത് ഫോർവേഡ് ചെയ്യാലോ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആയിക്കോട്ടെ എന്ന് കരുതി. അതുകൊണ്ട് ഇത്തവണ അതിന് പറ്റിയൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ഈ കഥയാകട്ടെ ഒരുപാട് കാലം മുമ്പുള്ളൊരു കഥയാണ്. അത് എത്ര കാലം മുമ്പുള്ളതാണെന്ന് പിന്നീട് നമുക്ക് നോക്കാം. അതുകൊണ്ട് തന്നെ ഈ കഥയ്ക്ക് പല അവാന്തരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കഥ 3 മത്സ്യങ്ങളെ കുറിച്ചിട്ടാണ്. ആ 3 മത്സ്യങ്ങളാവട്ടെ സുഹൃത്തുക്കളായിരുന്നു. അവരുടെ പേരാണ് അനഗത വിധാത പ്രത്യുൽപ്പന്നമതി യത് ഭവിഷ്യഹൻ. ഈ പേരൊന്നും കേട്ട് പേടിക്കണ്ട. ഈ പേരിനൊക്കെ ഈ പേരിൽ തന്നെ അവരുടെ പ്രത്യേകത ചൂണ്ടിക്കാണിക്കുന്നവയാണ്. അത് നോക്കാം, പറഞ്ഞു വരുമ്പോൾ അത് മനസ്സിലാവും. അങ്ങനെ ഈ 3 മത്സ്യങ്ങൾ ഒരു വലിയ കുളത്തിൽ അങ്ങനെ താമസിക്കുകയായിരുന്നു. ആ കുളത്തിന് കുറച്ച് അകലെയായിട്ട് ഒരു അരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കലേ മഴക്കാലം കഴിഞ്ഞു, വേനൽ തുടങ്ങാറാവുകയാണ്. കുറച്ച് മീൻപിടുത്തക്കാർ ആ വഴി വരുന്നു. ഈ കുളം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അപ്പോൾ അതിലൊരാൾ പറയുന്നു, ഈ കുളം നമ്മളിതുവരെ ശ്രദ്ധിച്ചില്ലല്ലോ, ഇതിൽ ധാരാളം മത്സ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും ഈ വേനൽ കടുക്കുമ്പോൾ, വെള്ളമൊക്കെ കുറയുമ്പോൾ ഈ കുളത്തിലുള്ള മത്സ്യങ്ങളെ മുഴുവൻ പിടിക്കാം എന്നവർ തീരുമാനിക്കുന്നു. അവരങ്ങനെ ചർച്ച ചെയ്ത് പോകുന്നു. ഈ ഒരു സംഭാഷണം ഈ 3 മത്സ്യങ്ങളിൽ ഒരാൾ കേട്ടു, അനഗത വിധാത കേട്ടു. മൂപ്പർ ഉടനെ തന്നെ തൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് ഓടി വരികയും മറ്റെല്ലാ മത്സ്യങ്ങളെയും കൂട്ടി അവരെ ഒരു യോഗം വിളിച്ചിട്ട് ഈ കഥ പറഞ്ഞു. ഇങ്ങനെ മീൻപിടുത്തക്കാർ ഈ കുളം ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർ ഇപ്പോൾ ഇത് പിടിക്കാൻ തയ്യാറാവാത്തത് നിറയെ വെള്ളമുള്ള കാരണമാണ്. വേനൽക്കാലമായി, വെള്ളം വറ്റുമ്പോൾ നമ്മളൊക്കെ പിടിക്കാനാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടുകയാണ് വേണ്ടത് എന്നാണ് മൂപ്പര് എല്ലാവരോടുമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനൊരു കാര്യം പറയണ മുമ്പായിട്ട് മൂപ്പരൊരു കാര്യം സൂചിപ്പിക്കും. അതിതാണ്: ഭാവിയിലെ ആപത്തിനെ മുൻകൂട്ടി കണ്ട് നയങ്ങൾ ആവിഷ്കരിക്കുന്നവൻ ഗുരുതരമായ ആപത്തിൽ പെടില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അനഗത വിധാതയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, വരാൻ പോകുന്ന സമീപകാല ഭാവിയിലെ ആപത്തുകളെ മുൻകൂട്ടി കാണാൻ ശേഷിയുള്ള ആൾക്കാർക്ക്, അതിനനുസരിച്ച് നയങ്ങൾ രൂപീകരിക്കാൻ കഴിവുള്ള ആൾക്കാർ ആപത്തിൽപ്പെടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, അതുകൊണ്ട് എത്രയും വേഗം ഈ കുളം വിട്ടു പോകാം, ഇന്നേക്കിന്ന് ഈ കുളം വിട്ടു പോകണം, കാത്തിരിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ഈ കുളത്തിൽ നിന്ന് തോട്, അരുവിയിലേക്കും മറ്റു പല സ്ഥലങ്ങളിലേക്കും തോടുണ്ട്. ആ തോട്ടിലൊക്കെ കുറേശ്ശെ വെള്ളമുണ്ട്. ഇപ്പോൾ വേനൽക്കാലമാകുമ്പോൾ ഈ വെള്ളമൊക്കെ തോട്ടിൽ വറ്റും. അപ്പോൾ മത്സ്യങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ വഴിയില്ലാണ്ടാവും. അപ്പോഴാണ് അവർ മീൻ പിടിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അനഗത വിധാത പറഞ്ഞത്, ഇന്നേക്കിന്ന് വിട്ടിരിക്കാം, ഇവിടെ നിന്ന് കാത്തിരിക്കരുതെന്ന് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരിക്കുന്ന പ്രത്യുൽപ്പന്നമതി പറഞ്ഞു, എന്തെങ്കിലും ചെയ്യേണ്ട സമയമായാൽ ആ സമയത്ത് എന്താണ് നയം, ഏത് നയത്തെയാണോ സ്വീകരിക്കേണ്ടത് അത് സ്വീകരിക്കാനുള്ള കൂർമ്മ ബുദ്ധിയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും കുഴപ്പത്തിൽപ്പെടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും പ്രതിസന്ധി തൊട്ട് മുന്നിൽ വന്നാൽ അതിനെ മറികടക്കാനുള്ള കൂർമ്മ ബുദ്ധി തനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല, ഞാൻ അബദ്ധത്തിൽപ്പെടില്ല എന്നാണ് മൂപ്പര് പറയുന്ന കാര്യം. അപ്പോൾ ഇത് കേട്ടിട്ട് 3ാമത്തെ ആൾ പറഞ്ഞു, യത് ഭവിഷ്യൻ പറഞ്ഞു, ഈ പറഞ്ഞൊക്കെ ശരി, വെള്ളം വറ്റിക്കഴിയുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ആ സമയമാകുമ്പോൾ അവർ വന്ന് നമ്മളെ പിടിക്കുന്നൊക്കെ പറഞ്ഞ് ശരി. അതിനി വരാൻ പോകുന്ന കാലമല്ലേ, വേനലൊക്കെ കടുക്കണ്ടേ, എന്തിനാണ് ഇപ്പോഴേ തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നടപടികൾക്ക് പോകുന്നത്? മൂപ്പർ പറയുകയാണ്, എന്തിനിത്ര തിടുക്കം? ഇതാണ് മൂപ്പർ പറയുന്നത്. എന്തിനിത്ര തിടുക്കം? തിടുക്കൊന്നും വേണ്ട, ഇനിയും സമയം ഇഷ്ടം പോലെയുണ്ട്, നമുക്ക് പിന്നീട് നോക്കാം എന്നാണ് മൂപ്പരുടെ നിർദ്ദേശം. ഇപ്പോൾ ഈ കൂട്ടുകാരുടെ നിർദ്ദേശങ്ങളൊക്കെ കേട്ടോട് കൂടിയിട്ട് ആദ്യത്തെ ആൾ അനഗത വിധാത തീരുമാനിച്ചു. ഇവരോട് കാര്യം പറഞ്ഞു. ഇവരുടെ അഭിപ്രായം ഇങ്ങനെയൊക്കെയാണ്: ഇനി കാത്തു നിന്നിട്ട് കാര്യമില്ല, രക്ഷപ്പെടുക തന്നെയാണ്. സൗഹൃദമൊക്കെ സൗഹൃദം, പക്ഷേ പറഞ്ഞാലും മനസ്സിലാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ആപത്തിൽപ്പെടാൻ വയ്യ. മൂപ്പർ രക്ഷപ്പെടാൻ തീരുമാനിച്ചു. മൂപ്പർ അന്ന് രാത്രി തന്നെ അവിടെ നിന്ന് കുറച്ച് വെള്ളമുള്ള തോട് വഴി ആ ചെളിയിലൂടെ ഒരു വിധം നീന്തിപ്പിടിച്ച് എഴഞ്ഞ് നേരെ അപ്പുറത്തുള്ള അരുവിയിലേക്ക് ചെന്ന് കയറി രക്ഷപ്പെട്ടു. മൂപ്പരുടെ കൂടെ ചില മത്സ്യങ്ങൾ കൂടെ പോവുകയും ചെയ്തു. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. നാൾ കുറച്ച് കഴിഞ്ഞു, വേനൽ കടുത്തു, തോട്ടിലുള്ള വെള്ളമൊക്കെ വറ്റി, കുളത്തിലുള്ള വെള്ളവും കുറഞ്ഞു. മീൻപിടുത്തക്കാരെത്തി. അവർ ചണ്ടിയും മറ്റു സാധനങ്ങളൊക്കെ നീക്കി വല വീശാൻ തുടങ്ങി. ആദ്യത്തെ വീശലിൽ തന്നെ യത് ഭവിഷ്യൻ എന്ന
ആൾ പെട്ടു. എന്തിനിത്ര തിടുക്കം, ഇത് പിന്നെ ആവാന്ന് പറഞ്ഞ ആളാണ് ആദ്യം പെട്ടത്. അവരതിനെടുത്ത് അവരുടെ പെട്ടിയിലിട്ടു. മറ്റ് മത്സ്യങ്ങളും പെട്ടു തുടങ്ങി. ഈ പ്രത്യുൽപ്പന്ന മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂർമ്മബുദ്ധിയുള്ള ആളെന്ന് പറഞ്ഞ ആൾ ഓട്ടം തുടങ്ങി. ഏത് സമയത്തും വലയിൽപ്പെടാം, ഒരു ഇടത്ത് ഒളിക്കാൻ പറ്റുന്നില്ല, അവസ്ഥ ഗുരുതരമാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൂർമ്മതയുള്ളതാണ്. മൂപ്പർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീശിയ വലയിൽ ധാരാളം മത്സ്യങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്. ആ വലയുടെ പുറത്ത് മൂപ്പർ കടിച്ച് പിടിച്ച് കിടന്നു. അപ്പോൾ വലയിൽ കുടുങ്ങിയ മത്സ്യമാണെന്ന് പെട്ടെന്ന് തന്നെ വല വലിക്കുമ്പോൾ തോന്നും. കാരണം വല ഇങ്ങനെ ചുളുങ്ങിയാണ് ഇരിക്കും, ഉള്ളിലുള്ള മത്സ്യമാണോ പുറത്തുള്ള മത്സ്യമാണോ അറിയില്ല. അവർ ഈ വല വലിച്ച ശേഷം അതിലെ ചെളിയും കമ്പും ഒക്കെ കളയാനായിട്ട് നേരെ അങ്ങനെ എടുത്ത് തൊട്ടപ്പുറത്തുള്ള അരുവിയിലേക്ക് പോയി. അവിടെയാണ് അവർ ഇത് കൊണ്ടുവന്നിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള മത്സ്യങ്ങളൊക്കെ നന്നായിട്ട് പിടിച്ചെടുക്കുന്നത്, കമ്പും കോലൊക്കെ കളഞ്ഞിട്ട്. അങ്ങനെ ആ അരുവിയിൽ കൊണ്ടിട്ട് കഴുകണ സമയത്ത് ഇവൻ കടിവിട്ട് ചാടി രക്ഷപ്പെട്ടു പോകും. അങ്ങനെ പ്രത്യുൽപ്പന്നമതി അതിൽ നിന്ന് രക്ഷപ്പെട്ടു. മറ്റവൻ ചത്തു. ബാക്കി എല്ലാ മത്സ്യങ്ങളും പെട്ടുപോയി. ഇതാണ് കഥ. ഈ കഥ യഥാർത്ഥത്തിൽ വരുന്നത് മഹാഭാരതത്തിലാണ്. 5000 വർഷം മുമ്പ് എഴുതിയ മഹാഭാരതത്തിൽ വരുന്ന കഥയാണ്. അതുകൊണ്ടാണ് ഇത് വളരെ പഴയ കഥയാണെന്ന് പറഞ്ഞത്. ഈ കഥ പല രീതിയിൽ പല സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പഞ്ചതന്ത്രത്തിലും ഈ കഥയുണ്ട്. അങ്ങനെ മറ്റ് പലയിടത്തുണ്ട്. നമ്മുടെ പാഠപുസ്തകങ്ങളിലും പണ്ട് ഈ കഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കഥ, ഈ പേരൊന്നും ഇങ്ങനെയല്ല, എന്തോ തണ്ടൻ മണ്ടൻ മുണ്ടൻ അങ്ങനെയൊക്കെയാണ് ഈ മത്സ്യങ്ങളുടെ പേര് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. ചെറുപ്പകാലത്ത് പഠിച്ച കാരണം കുറേ കഥയൊക്കെ ഓർമ്മയുണ്ട്. പക്ഷേ പേര് അങ്ങനെ തന്നെയാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും അങ്ങനെയാണ് പഠിച്ചത്. പക്ഷെ അന്നും ഇത് മഹാഭാരതത്തിലെ കഥയാണെന്നൊന്നും നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. കഥയൊക്കെ പഠിച്ചു കേട്ടു, എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടാവും നമ്മൾ. ഈ കഥയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കഥ പറയുന്നത് രാഷ്ട്രതന്ത്രവുമായിട്ടുള്ള ഉപദേശം നൽകുന്ന സമയത്താണ്. രാജ്യതന്ത്രം ആയിട്ട് ബന്ധപ്പെട്ട ഉപദേശങ്ങൾ മഹാഭാരതം നൽകുന്ന സ്ഥലത്താണ് ഈ കഥ പറയുന്നത്. അതും ഈ കഥ ആരോടാണ് പറയുന്നത്? ചക്രവർത്തിയാവാൻ പോകുന്ന ആളോടാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് നിസ്സാര കാര്യമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഉപദേശം, ഈ കഥ പറയുന്നതിനും തൊട്ട് മുന്നായിട്ട് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാവിയെ മുൻകൂട്ടി കാണാൻ കഴിയുന്ന ആളും അതിനനുസരിച്ച് നയങ്ങൾ രൂപീകരിക്കുന്നയാളും ഒരു കാറ്റഗറി. അതേപോലെ നല്ല മനസാന്നിധ്യമുള്ള ആളും എന്നും സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇതാണ് ഈ കഥ പറയുന്നതിനേക്കാളും മുമ്പുള്ള സ്റ്റേറ്റ്മെൻറ്റ്. യഥാർത്ഥത്തിൽ ഈ കഥയുടെ സാരം ഇവിടെയാണ് ഇരിക്കുന്നത്. സാരം ആദ്യം പറഞ്ഞുകൊണ്ടാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ സാരം എന്താണ് പറയുന്നത്? ആരാണോ സമീപ ഭാവിയിൽ വരാൻ പോകുന്ന ആപത്തുകളെ, പ്രതിസന്ധികളെ നേരത്തെ മനസ്സിലാക്കുന്നത്, അതിനനുസരിച്ച് പ്ലാനിങ് നടത്തുന്നത്, ആസൂത്രണം നടത്തുന്നത് അവരും, അതേപോലെ തന്നെ നല്ല മനസാന്നിധ്യമുള്ള ആൾക്കാരും, ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന ആൾ. ഇത് പ്രതിസന്ധി മുന്നിൽ വരുമ്പോൾ പെട്ടെന്ന് തന്നെ മനസാന്നിധ്യം വിടാതെ തീരുമാനം എടുക്കുന്ന ആൾക്കാരും, ഈ രണ്ട് കൂട്ടർ എക്കാലവും സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നാണ് മഹാഭാരതം അവിടെ ഉപദേശിക്കുന്നത്, രാജാവിന് ഉപദേശിക്കുന്നത്. ഇനി ഇതിൽ പെടാത്ത മറ്റേ കാറ്റഗറിയോ, മറ്റവർ അഥവാ കാര്യങ്ങൾ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്ന ആൾക്കാർ ജീവിതത്തിൽ പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ നശിച്ചു പോകുന്നു. ഈ കൂട്ടരാണ്, ഈ മൂന്നാമത് പറഞ്ഞ കൂട്ടരാണ് എപ്പോഴും എന്ത് പറ്റുന്നത്, ഈ വിധിയൊക്കെ പഴിച്ച് നടക്കുന്നത്. തങ്ങളുടെ ആലസ്യം, ഇങ്ങനെ കാര്യങ്ങൾ തള്ളി നീക്കുന്ന ആ സ്ഥിതി, അതിനവർ കുറ്റപ്പെടുത്തില്ല, അവർ കാണില്ല. ഇതൊക്കെ വിധിയാണ്, ഈശ്വരൻ നിശ്ചയിച്ചാണെന്ന പോലെ ഇങ്ങനെ പറഞ്ഞു പോകും. എന്നാൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കുകയില്ല. ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് തങ്ങളുടെ തന്നെ പ്രവൃത്തിയുടെ ഫലമാണ്, അല്ലെങ്കിൽ തങ്ങളുടെ ആലസ്യത്തിൻ്റെ റിസൾട്ടാണ് നമുക്ക് ആപത്ത് വന്നതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ മഹാഭാരതം പറയുന്ന കാര്യം എന്താണ്? ആരാണോ ഭാവിയെ മുൻകൂട്ടി കാണുന്നത്, അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്യുന്നത്, അവരും നല്ല മനസാന്നിധ്യമുള്ള ആൾക്കാരും രക്ഷപ്പെട്ടു പോകും എന്ന് പറയും. നല്ല മനസാന്നിധ്യമുള്ള ആൾക്കാർക്ക് ഒരു ഗുണമുണ്ട്. കാരണം അവർ പ്രതിസന്ധികളുടെ മുന്നിൽ അവർ പതറില്ല. പതറിയാൽ ബുദ്ധി കുഴപ്പത്തിലാവും, അതാണ് പ്രശ്നം. അപ്പോൾ നല്ല സൂക്ഷ്മ ബുദ്ധിയുണ്ട് അവർക്ക്, മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ നല്ല മനോനിയന്ത്രണവും അതിനനുസരിച്ചുള്ള സൂക്ഷ്മ ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് ഘട്ടത്തിൽ പ്രതിസന്ധി വന്നാലും ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കാൻ കഴിയും, അവർക്ക് ശരിയായ ഡിസിഷൻ എടുക്കാൻ കഴിയും. പലപ്പോഴും പ്രതിസന്ധി വരുമ്പോൾ നമ്മളുടെ മനസ്സാകെ തളരുന്നതോട് ബുദ്ധി പ്രവർത്തിക്കാതെയാവും. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ എന്താണോ തീരുമാനം അപ്പോൾ ശരിയായിട്ട് എടുക്കേണ്ടത്, ആ തീരുമാനം എടുക്കാൻ പറ്റാതെ പോവും. ചിലപ്പോൾ തെറ്റായ തീരുമാനം എടുക്കും, നമ്മൾ ആപത്തിലാവും. ഇതാണ് സംഭവിച്ചു പോകുന്നത്. പലപ്പോഴും
അങ്ങനെ ഒരു കാറ്റഗറിയെ നമുക്ക് അർജുൻ ആ ഒരു കാറ്റഗറിയിൽ വന്നു. അർജുൻ ആ ഒരു കുഴപ്പത്തിൽ വന്നപ്പോഴാണ് ഭഗവാൻ ഇടപെട്ട് ഉപദേശങ്ങൾ നൽകുന്നത്. ഇനി ഈ മൂന്നാമത്തെ കാറ്റഗറിയാണ് സമൂഹത്തിൽ ധാരാളം കാണുന്നത്. പലപ്പോഴും നോക്കൂ, നമ്മുടെ കുട്ടികളെ, ഇത് കുട്ടികൾക്കുള്ള കഥ കൂടിയായിട്ട് നമുക്കെടുക്കാം. കുട്ടികൾ പഠന കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ഇത് നീട്ടി നീട്ടി വെക്കുന്ന കുട്ടികളാണ്. നാളെ ആവട്ടെ, നാളെ ഒരിക്കലും അവസാനിക്കില്ല. അവസാനം ഇതെല്ലാം കൂടി ഒത്തുചേർന്ന് പരീക്ഷ എടുക്കാറാവുമ്പോൾ ആകെ ടെൻഷനായി, പഠിച്ചാലും മനസ്സിലാവില്ല, പരീക്ഷയ്ക്ക് പോയി ടെൻഷനോട് പരീക്ഷ എഴുതി തോറ്റും പോകും. ഇത് നമ്മുടെ കുട്ടി. എന്നിട്ട് അവർ വിധിയെ പഴിക്കും. വിധിയല്ല, തങ്ങളുടെ പ്രവൃത്തി ദോഷമാണ്, തങ്ങളുടെ ആലസ്യമാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയതെന്ന് അവർക്കറിയില്ല. അപ്പോൾ മറ്റേ കൂട്ടർ പ്ലാൻ ചെയ്ത് കാര്യം ചെയ്യേണ്ട, ശരിക്കും വിദ്യാർത്ഥികൾ പ്ലാൻ ചെയ്ത് കാര്യം ചെയ്യേണ്ട ആൾക്കാരാണ്. അവരും വിജയിക്കും, മറ്റാളും വിജയിക്കും, ഇവർ കുഴപ്പത്തിൽ. ഇത് ശരിക്കും ഇത് കുട്ടികൾക്കല്ല, മുതിർന്നവർക്കുള്ള ഉപദേശമാണ്, രാഷ്ട്രതന്ത്രത്തിൻ്റെ ഉപദേശമാണ്, രാജാവിനുള്ള ഉപദേശമാണ്. രാജാവ് എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. വളരെ വളരെ മർമ്മപ്രധാനമായ മാനേജ്മെൻറ്റ് തത്വമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എങ്ങനെ തീരുമാനിക്കണം? വലിയ കമ്പനി കൊണ്ട് നടക്കുന്ന ആൾ പ്രതിസന്ധികളെ മുൻകൂട്ടി കാണണം, അല്ലെങ്കിൽ കമ്പനി തന്നെ തകർന്നു പോകും. പല കമ്പനികളും പൂട്ടിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് സമീപകാലത്ത് വരാൻ പോകുന്ന പ്രതിസന്ധികളെ മുൻകൂട്ടി കാണാൻ കഴിയാതെ വരും. അതുകൊണ്ട് തന്നെ പ്ലാനിങ് നടത്താൻ പറ്റാതെ വരും. ഈ ആലസ്യമുള്ള കമ്പനികളൊക്കെ വേഗം കുഴപ്പത്തിൽ പെട്ടുപോകും. അപ്പോൾ എല്ലാ തലത്തിലും ഇത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മഹാഭാരതത്തിൽ ഈ പറയുന്നത് കഥയാണെന്നാണ് പലരും കരുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മഹാഭാരതത്തിൽ ഈ പറയുന്ന കാര്യം കഥയല്ല, മറിച്ച് മനുഷ്യൻ്റെ കഥയില്ലായ്മയെ മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കഥയല്ല കാര്യമാണ് മഹാഭാരതം ചർച്ച ചെയ്യുന്നത്. മഹാഭാരതർക്കുള്ള ഗ്രന്ഥങ്ങളിലെ എല്ലാ കഥകളും ഇതേപോലെ തന്നെ വ്യക്തമായ മനുഷ്യനുള്ള നിർദ്ദേശങ്ങളാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇന്ന സ്വഭാവക്കാരായിട്ടുള്ള ആൾക്കാർ ഇന്ന ഗുണങ്ങൾ നേടും, അല്ലെങ്കിൽ ഇന്ന നേട്ടങ്ങളുണ്ടാക്കും, അല്ലെങ്കിൽ ഇന്ന ദോഷങ്ങളിൽ ചെന്നുപെടും. അതുകൊണ്ട് നിങ്ങൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സ്വയം പ്രിപ്പയർ ചെയ്തോളൂ. പലപ്പോഴും പല കുഴപ്പങ്ങളുണ്ടാകുമ്പോൾ നമ്മളിത് പറയുന്നത് മറ്റുള്ളവരെ കുറിച്ചാണെന്നത് അല്ല, പല പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാറുണ്ട്. ഈ 3 മത്സ്യങ്ങളിൽ ഏതിൻ്റെ കാറ്റഗറിയിലാണ് നമ്മൾ വരുന്നത്? പലപ്പോഴും നോക്കിക്കോളൂ, നമുക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ യത് ഭവിഷ്യൻ എന്ന് പറയുന്ന ആളുടെ കാറ്റഗറിയിലായിരിക്കും വരിക. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട് അത് ഈ മണ്ടൻ കാറ്റഗറിയിൽ ചിലപ്പോൾ നമ്മൾ വരും. നമ്മുടെ നമ്മൾ തീരുമാനം എടുക്കണമൊക്കെ ഇങ്ങനെ നീട്ടി വെച്ച് കുഴപ്പത്തിലാവും. ധാരാളം മനുഷ്യരങ്ങനെ വരാറുണ്ട്, നിയമപ്രശ്നങ്ങളിൽ പോയി ചാടാറുണ്ട്. കുട്ടികൾ മാത്രമല്ല, വലിയവരും. അപ്പോൾ ഈ കഥ കുട്ടികൾക്കുള്ളതാണ്, മുതിർന്നവർക്കുള്ളതാണ്. അതിനപ്പുറം വലിയൊരു മാനേജ്മെൻറ്റ് കൂടിയാണത്, ഭരണകർത്താക്കൾക്കുള്ള വലിയ നിർദ്ദേശമാണ്. അപ്പോൾ മഹാഭാരതത്തിലെ കഥകളല്ല, കാര്യമാണ്. നന്ദി, നമസ്കാരം.